ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇന്ന് സെമി ഫൈനൽ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ നേടിയത് 253 റൺസ്. മത്സരം തുടങ്ങും മുന്നേ പലരും പറഞ്ഞിരുന്നു ആർച്ചറിനെ പേടിക്കണം. സഞ്ജു സാംസൺ കഴിഞ്ഞ സീസണിൽ ആർച്ചറിന് മുന്നിലായിരുന്നു 3 തവണ പരാജയപ്പെട്ടത്. ആ ഒരു സീരീസ് കൊണ്ട് ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു സാംസനെ മാറ്റി നിർത്തപ്പെടുക വരെയുണ്ടായി. അതുകൊണ്ട് സെമി ഫൈനലിൽ ഇന്ത്യ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു, സഞ്ജു സാംസൺ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പലരും പറഞ്ഞിരുന്നു മത്സരത്തിന് മുമ്പ്. എന്നാൽ തനിക്ക് വേണ്ടത് അവനെ തന്നെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ന് സഞ്ജു സാംസൺ ഇംഗ്ലണ്ടിനെതിരെയും ആർച്ചറിനെതിരെയും കാഴ്ചവെച്ചത്. സഞ്ജു സാംസണെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ള ചോപ്ര തന്ത്രം പറഞ്ഞു കൊടുത്തിരുന്നു. ആർച്ചറിനെതിരെ സ്ട്രൈക്ക് എടുക്കാതെ മാറി നിന്നുകൊണ്ട് ആർച്ചറിനെ പൂട്ടുക എന്നതായിരുന്നു. പക്ഷേ സ്ട്രൈക്ക് എടുത്തുകൊണ്ട് ആർച്ചറിനെതിരെ 4ഉം 6ഉം നേടിക്കൊണ്ടാണ് സഞ്ജു സാംസൺ എന്ന് ഇംഗ്ലണ്ടിനെയും ആർച്ചറിനെയും വരവേറ്റത്. ആദ്യ ഓവർ എറിയാനെത്തിയ ആർച്ചറിനെതിരെ ആദ്യ 2 പന്തുകളിൽ സ്കോർ ചെയ്യാൻ സാധിക്കാതെ പോയപ്പോൾ 3-ാം പന്ത് ബൗണ്ടറിയിലേക്ക് പായിച്ചുകൊണ്ടാണ് സഞ്ജു തുടക്കമിട്ടത്. ആ ഓവറിൽ തന്നെ വീണ്ടും ഒരു 6 നേടിയെടുക്കുന്നു. ആർച്ചർ തൻ്റെ 2-ാം ഓവർ എറിയാനെത്തിയപ്പോൾ വീണ്ടും ബൗണ്ടറി കൊണ്ടാണ് സഞ്ജു സാംസൺ തുടങ്ങുന്നത്. അതിനിടയ്ക്ക് ഒരു അനായാസ അവസരം നൽകിയിരുന്നു സഞ്ജു സാംസൺ. പക്ഷേ ക്യാപ്റ്റൻ ബ്രൂക്ക് അത് വിട്ടുകളഞ്ഞു. ആ ക്യാച്ചിന് കനത്ത വില നൽകേണ്ടി വന്നു പിന്നീട് ഇംഗ്ലണ്ടിന്. പിന്നീട് ആർച്ചറിനെ നിലം തൊടാതെ പറത്തുന്ന കാഴ്ചയാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത്. ആർച്ചറിനെതിരെ മാത്രം ഇന്ന് സഞ്ജു സാംസൺ നേടിയത് 4 6കളും 3 4കളുമായിരുന്നു. 4 ഓവറിൽ ആർച്ചർ വഴങ്ങിയത് 62 റൺസ്. അതെ, ശത്രുവിനെ കടന്ന് അങ്ങോട്ട് ആക്രമിക്കുക എന്ന ശൈലി തന്നെയായിരുന്നു ഇന്ന് ഇന്ത്യൻ ടീമും സഞ്ജു സാംസണും സ്വീകരിച്ചത്. അതിൻ്റെ റിസൾട്ട് അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇന്ത്യ നേടിയത് 253. അഭിഷേകിന് പകരം സഞ്ജുവിനെ കൊണ്ട് സ്ട്രൈക്ക് തുടങ്ങിപ്പിക്കുക എന്ന് മാത്രമല്ല, മറ്റൊരു ടാക്ടിക്കൽ ഡിസിഷൻ കൂടി ഇന്ത്യ നടത്തിയിരുന്നു. അഭിഷേക് ശർമ്മയ്ക്ക് ഇന്ന് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇഷാൻ കിഷനും സഞ്ജു സാംസണും ഇന്ത്യൻ സ്കോർ മുന്നോട്ട് നയിക്കുന്നു. ഇഷാൻ കിഷൻ പുറത്തായപ്പോൾ 3-മനായി വരുന്ന ബാറ്ററിൽ ഒരു മാറ്റം വരുത്തുന്നു ഇന്ത്യ. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും തിലക് വർമ്മയ്ക്കും ഹർദിക് പാണ്ഡ്യയ്ക്കും മുന്നേ കൊണ്ടുവന്നത് ശിവം ദൂബെയായിരുന്നു. ആ ഒരു നീക്കവും ഇന്ത്യക്ക് അനുകൂലമായിരുന്നു. 24 പന്തിൽ 43 റൺസ് എടുത്തുകൊണ്ടാണ് ദൂബെ ഇന്ന് പുറത്തായത്. അതൊരു റൺഔട്ടിലാണ് ദൂബെയുടെ വിക്കറ്റ് കലാശിച്ചത്. ടോസ് ലഭിച്ച് ഫീൽഡിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ടിൻ്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് തന്നെയാണ് ഇന്ത്യൻ ബാറ്റർമാർ ഇന്ന് കാണിച്ചു കൊടുത്തത്. പക്ഷേ വിജയത്തിലേക്ക് വേണ്ടത് 254 അത് മറികടക്കാൻ ഇംഗ്ലണ്ടിനാകുമോ? നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ വേണ്ടതിലും അധികം സ്കോർ നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സഞ്ജു സാംസൺ സെഞ്ചുറിയിലേക്ക് പോകുമെന്ന് തോന്നിച്ചിരുന്നു. പക്ഷേ വിൽ ജാക്സാണ് അവിടെ വില്ലനായി മാറിയത്. 89 റൺസിൽ നിൽക്കുമ്പോൾ കവറിൽ ഒരു 6 നേടാനുള്ള ശ്രമത്തിനിടെയാണ് സാൾട്ട് ഫിലിപ്പിന്റെ കരങ്ങളിൽ സഞ്ജു സാംസന്റെ ഇന്നിംഗ്സ് അവസാനിക്കുന്നത്. ക്രിക്കറ്റ് പ്രേമികൾ സഞ്ജു സാംസന്റെ സെഞ്ചുറി ആഗ്രഹിച്ച നിമിഷം തന്നെയായിരുന്നു. പക്ഷേ സാധിക്കാതെ പോകുന്നു. എങ്കിൽ പോലും ഇന്ത്യക്ക് വേണ്ടതെന്തോ അത് നൽകിക്കൊണ്ടാണ് സഞ്ജു സാംസൺ കളം വിട്ടത്. 42 പന്തുകളിൽ 89 റൺസ്, 7 6കൾ, 8 4കൾ. ഇന്ന് ഇന്ത്യ നേടിയ 19 6ൽ 7 6കളും സഞ്ജു സാംസന്റെ ബാറ്റിൽ നിന്നായിരുന്നു. അതിൽ 4 6കൾ പേടിക്കണം, സൂക്ഷിക്കണം, ഭയക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയ ജോഫ്രെ ആർച്ചറിനെതിരെയായിരുന്നു എന്നതാണ് കൗതുകകരം. അതെ, സഞ്ജു സാംസൺ ഇംഗ്ലണ്ടിനോടും ആർച്ചറിനോടും പ്രതികാരം ചെയ്തിരിക്കുന്നു. 2025 സീരീസിൽ തന്നെ തുടരെ കുറഞ്ഞ സ്കോറിന് പുറത്താക്കിയവർക്കുള്ള തക്കതായ മറുപടി തന്നെയാണ് ഇന്ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ 10,000-കണക്കിന് ആരാധകരെ സാക്ഷി നിർത്തിക്കൊണ്ട് സഞ്ജു സാംസൺ നൽകിയത്. ഇംഗ്ലണ്ടിനെതിരെ മികച്ചൊരു വിജയത്തിലൂടെ ഫൈനലിലേക്ക് മുന്നേറാൻ ഇന്ത്യൻ ടീമിനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.